കാഫിർ സ്ക്രീൻഷോട്ടിൽ ഇന്നലെ ജിതിൻ ഭാസ്കറിന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ജാമ്യം ലഭിച്ചതിന് ശേഷം ഡിവൈഎഫ്ഐയും CPM-ഉം ഈ കേസിലെടുത്ത നിലപാടിൽ നിന്ന് യൂട്ടേൺ അടിച്ചിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന് തിരുവള്ളൂരിൽ വലിയ സ്വീകരണമൊരുക്കാൻ ഡിവൈഎഫ്ഐയുടെ ഔദ്യോഗിക സംവിധാനം തന്നെ നേതൃത്വം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കേസിൽ ഒരു വലിയ അട്ടിമറി ഉണ്ടാകുമെന്ന് സംശയിക്കുകയാണ്. ജിതിൻ ഭാസ്കറിന്റെ നാവിൽ നിന്ന് ആരൊക്കെയോ പേര് പുറത്തു വരുമെന്നുള്ള ഭയത്താലാണ് CPM ജിതിൻ ഭാസ്കറിന് കവചമൊരുക്കുന്നത്. അതുകൊണ്ട് ഈ കേസിൽ അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള അപ്പീൽ കൊടുക്കാൻ പ്രോസിക്യൂഷനും SIT-യും തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുമാത്രമല്ല, ഇതിൽ മുൻ MLA ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ ഇത് പ്രചരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ CPM ഉന്നതമായ നേതാക്കന്മാർ ഇന്നും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ പ്രതിക്ക് ഇത്രയും വലിയ സംരക്ഷണം കിട്ടുകയും അദ്ദേഹത്തിന് ആ തരത്തിലുള്ള പിന്തുണയും ലഭിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇനി മുന്നോട്ടുള്ള അന്വേഷണം വഴിമുട്ടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകണം. അതുമാത്രമല്ല, ഈ കേസിൽ മറ്റൊരു പ്രതിയാവേണ്ട റിബേഷ് രാമേന്ദ്രനെതിരെ ഈ സമയം വരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോകുന്നൊരു സാഹചര്യമാണ്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി വിധി പറയാൻ നീട്ടിവെച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെയും കൂടി ചോദ്യം ചെയ്ത് ഇതിലുള്ള ഉന്നതമായ ഗൂഢാലോചന അത് പുറത്തു കൊണ്ടുവന്നേ മതിയാവും. ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ഇതൊരു ജിതിൻ ഭാസ്കറിൻ്റെയോ ഇത് റിബേഷ് രാമേന്ദ്രന് മാത്രം ആലോചിച്ചെടുത്ത തീരുമാനമല്ല. മുൻ MLA ഉൾപ്പെടെയുള്ള CPM ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായും അതിൽ നേതൃത്വത്തിൻ്റെ അറിവുണ്ട്, DYFIയുടെ നേതൃത്വത്തിൻ്റെ അറിവുണ്ട്, CPM നേതൃത്വത്തിൻ്റെ അറിവുണ്ട്. ആ അറിവിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്, തെളിവാണ് ഇന്ന് തിരുവള്ളൂർ നടക്കുന്ന സ്വീകരണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അപ്പീലിൽ പോകണമെന്ന് പറയാനുള്ള കാരണവും. അതുമാത്രമല്ല, പ്രതിഭാഗം വക്കീൽ പറഞ്ഞിരിക്കുന്നത് സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ആരോ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ അവർ യൂട്ടേൺ എല്ലാ വിഷയത്തിലും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഇതുവരെ UDFന്റെ തലയിൽ വെച്ച കാഫിർ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അത് തിരിഞ്ഞു കുത്തുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിയാകുന്ന ആളുകൾ ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളുടെ പേര് കൂടി പറയുമെന്ന് കൃത്യമായി ഉറപ്പുള്ളത് കൊണ്ടാണ് CPMന്റെ നേതൃത്വം ഇതിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ റിബേഷ് രാമേന്ദ്രൻ്റെയും അതേപോലെ തന്നെ ജിതിൻ ഭാസ്കറിൻ്റെ ജാമ്യം ലഭിച്ചതിനെതിരായി അപ്പീൽ പോകണം. പ്രോസിക്യൂഷനും SIT-യും അതിന് കൃത്യമായിട്ടുള്ള മുൻകരുതലോടുകൂടി അതിൻ്റെ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഈ ജാമ്യം ലഭിച്ചത് ഈ കേസിന് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.